ഇതൊരു പാലമരം കേട്ടോ. ഇതൊരു പാലമരം മാത്രമല്ല, ഈ മരത്തിനോട് ചേർന്നിട്ട് ഒരാലുണ്ട്, പ്ലാച്ചിയുണ്ട്, വേപ്പുണ്ട്. അങ്ങനെ അതുമല്ലാതെ വേറെ ഏതൊക്കെയോ ചെറു ചെടികളും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ വളരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പാലമരത്തിനോട് ചേർന്ന് യോജിച്ച് വരുന്ന മരങ്ങളാണ്. ഇത് എവിടെയാണ് സ്ഥലം എന്നറിയോ? അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ അവൈറ്റീസ് ഹോസ്പിറ്റൽ നെന്മാറ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളോട്ടോ. അവിടെ കുറേ ഗാർഡൻ ഉണ്ട് കാണാൻ. അവിടെ നമുക്ക് അതിൻ്റെ അകത്ത് പോയാൽ ഭയങ്കര ശാന്തത കേട്ടോ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ അവിടുത്തെ കാഴ്ചകൾ. അവൈറ്റീസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ്. ഈ മരം കാണിച്ചില്ലേ, ഇത് ഇതിൻ്റെ പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അതായത് ഹോസ്പിറ്റലിൻ്റെ പുറത്താണ്. പക്ഷെ ഒരു കലാരൂപം പോലെ, അതായത് പ്രകൃതി നമുക്ക് ഒരുക്കിയ മനോഹരമായ ഒരു കലാരൂപം, ഒരു കൊത്തുപണി എന്നൊക്കെ പറയില്ലേ, ഒരു ആർട്ട്, അതുപോലെ എനിക്ക് തോന്നിയിട്ടോ. സത്യത്തിൽ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നിയപ്പോൾ ഞാൻ എടുത്തതാ. ഇത് അവൈറ്റീസ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു ഈന്തപ്പന പോലത്തെ ഒരു പനയാട്ടോ. അതിൻ്റെ പച്ചക്കായാണ്, അത് പഴുത്തതാണ്. അതിൻ്റെ ഞാൻ മരം കാണിച്ചത് ഇതാണ് അതിൻ്റെ മരം. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇത് ഹോസ്പിറ്റലിൻ്റെ അവിടെ കാർ പാർക്കിംഗ് ആണ്. ആ കാർ പാർക്കിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്രയും ഗാർഡൻ. അപ്പോൾ ഈ മരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം കൂടെ ഒരു 5-8 മരവും കൂടെ ഒരു മരത്തിൽ തിങ്ങി പിടിച്ച് വളരുന്നത് ഒരു അപൂർവ കാഴ്ച എനിക്ക് തോന്നി.